ഒരുപാട് പേര് നമ്മളെ പരിചയപ്പെടാൻ വന്നിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ആരെയും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് നമ്മുടെ കല്ലടിക്കോടുള്ള വിജി ചേച്ചിയും കുടുംബവും സുബ്രേട്ടനും. അപ്പോൾ അവർ നമ്മളെ കണ്ട് വർത്താനം പറഞ്ഞ് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് എന്നിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏട്ടൻ വീഡിയോ എടുക്കാൻ വേറെ ദൂരത്തേക്ക് ഓരോ ഭാഗത്ത് കൂടെ ഇങ്ങനെ കാള വരുമ്പോൾ അത് കാണിക്കാമല്ലോ എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടി പോയി കയറുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്നതും കൊണ്ട് അവർ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി. കുറേ കൂട്ടുകാർ വന്ന് വർത്താനം പറഞ്ഞു. കുറേ പേര് പറഞ്ഞു ചേച്ചി എന്താ ദിവസം കാണലുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന്. നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിക്കണതിൽ ഒരുപാട് നന്ദി. എന്ത് കാട്ടി കുഞ്ഞുണ്ണിയെ കണ്ടപ്പോഴേക്ക് വന്ന് ആ വലിയ കാളയൊക്കെ കാണിച്ചു കൊടുത്തു. നിങ്ങളാ പൊന്നൂസ് വന്നില്ലേ? പൊന്നൂസ് വന്നില്ല. പൊന്നൂസ് വന്നില്ല. അവളെടുത്ത് കുഞ്ഞുണ്ണിന്റെ അടുത്ത് ഇറങ്ങിയില്ല. അപ്പൊ പിന്നെ പൊന്നൂസ് എടുക്കാൻ പറ്റിയില്ല. കുഞ്ഞനാ കണ്ടില്ല. കുഞ്ഞു വേലയുടെ പിന്നാലെ അപ്പൊ നമ്മുടെ ഇക്കൊല്ലത്തെ സത്രങ്കാവ് വേലിയും കഴിഞ്ഞു. പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്നിട്ട് അച്ഛനോട് ഇനി ഇങ്ങനെയാണോ വെച്ചാ വീഡിയോ കോൾ ചെയ്തിട്ടില്ലേ ഒരു ഉള്ളി പോവുക എന്നിട്ട് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചില്ല. കാലും കൈയൊന്നും കടയില്ല. ഞാനും അമ്മയും അച്ഛനും പോവും. നിങ്ങൾ രണ്ടുപേരും കൂടെ കാണും. എനിക്ക് കാലുവേനല്ല.
അവിടെ കല്ല് കാലിക്കട്ടെ സത്യം കേട്ടോ എന്റെ അമ്മ കണ്ടേ മൊത്തം എന്റെ കതിരവനാ. അവൻ കണ്ടോട്ടെ. കണ്ടത് മൊത്തം എന്റെ ഏട്ടാ കുട്ടിയോളെ കാണട്ടെ. കാണാൻ അതാ പൊട്ടിയില്ലേ തല്ലമ്മാണ്. അത് മാത്രല്ല കേട്ടോ, നമ്മള് കുറേ സബ്സ്ക്രൈബേഴ്സ് കണ്ടു. കുറേ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മൾ കണ്ടു കേട്ടോ. എന്താ നമ്മള് നിങ്ങളുടെ പോലെ നമ്മളെ കണ്ടതിൽ ഒരുപാട് വർത്താനം പറയുമ്പോഴേ മടിച്ചു നിന്നിട്ട് പിന്നെ വരുമ്പോൾ ഞാനും നിങ്ങളെപ്പോലെ തന്നെ സാധാരണ ഒരു വീട്ടമ്മയാണ് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് നിങ്ങൾ വന്ന് സംസാരിക്കണതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആരും മാറി നിൽക്കുകയൊന്നും വേണ്ട. എൻ്റെ അടുത്ത് സംസാരിച്ചവർക്കൊക്കെ അറിയാം ഞാൻ നന്നായി സംസാരിക്കും. എന്താ ആദ്യമൊക്കെ മടിച്ച് മാറി നിന്നിരുന്നു. അപ്പം നമ്മൾ എന്തിനാ മടിച്ച് മാറി നിൽക്കുന്നത്? കാരണം നമ്മൾ നിങ്ങളുടെ പോലെ ഒരാളാണ് ഞാൻ. അപ്പം നിങ്ങൾക്ക് വീഡിയോയില് ആൾക്കാരെ കാണിക്കാൻ പറ്റി. കല്ലടിക്കോടുള്ള എന്താ വിജി ചേച്ചി സുബ്രഹ്മണ്യേട്ടനും മക്കളും ഒക്കെ കണ്ടു കേട്ടോ. ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുടുംബത്തിലെ ഒരാളെ കാണിക്കാൻ പറ്റുന്നു. അമ്മോ വായോ മാർക്ക ചില്ലില്ലാണ്ടോ വേണ്ടെങ്കിൽ ചില്ലില്ലാണ്ടോ വേണ്ടെങ്കിൽ അറിയാം. എന്താ പിന്നെ പൂരത്തിന് പോയപ്പോൾ സുകന്യന് ഒക്കെ കണ്ടു കേട്ടോ. പക്ഷെ ഞാനും കുട്ടിയോളും കാണാൻ പറ്റിയില്ല. കിച്ചൂട്ടനും മേട്ടനെ പോയുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഞങ്ങൾ നിൽക്കണതിൻ്റെ അവിടെ ഭയങ്കര വേല. അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ ഈ കുട്ടികളെയും കൊണ്ട് തിരക്ക് കൂടെ പോവാൻ ഭയങ്കര ഒരു മടി. എന്ത് അപ്പോൾ പോവാൻ ഭയങ്കര മടി. നമ്മൾ പോയില്ല. എന്താ രസം എന്നറിയോ? നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇപ്രാവശ്യത്തെ നമ്മുടെ സത്രംകാവ് വേല അടിപൊളിയാണ്. കമ്മിറ്റിക്കാരെ സമ്മതിക്കണം. ഓരോരുത്തർ കൊണ്ടേ ഉപ്പുണ്ടോ കാല് പിടിച്ചു വലിക്കാൻ തുടങ്ങിയില്ല. അല്ല കടിച്ചു വലിക്കാൻ തുടങ്ങിയില്ല, പിടിച്ചു വലിക്കാൻ. പിന്നെ നമ്മൾ വീട് നിർത്തട്ടെ കേട്ടോ. വീട് നിർത്തി കഴിച്ച് കിടക്കട്ടെ. സമയം ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയി. അനിയൻ കുറച്ച് കഴിഞ്ഞ് അനിയൻ വരും. അപ്പോൾ പൂരം കയറി കഴിഞ്ഞിട്ടായിരിക്കും വരുള്ളൂ. അപ്പോഴേക്ക് ഞാനത് ഉണ്ടാക്കിയൊക്കെ വിചാരിച്ചിട്ടോ എന്നാൽ കഴിക്കാനാവും ചെയ്യല്. ചോറുണ്ട് കുറച്ച് നേരം. നമ്മുടെ പണികൾ കുറച്ച് കഴിയും. പപ്പൂനെ കുറച്ച് നേരം ഒന്ന് വിടണം കേട്ടോ. എന്താ ലേട്ടാ ചൂട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് പറ്റുന്ന പോലെ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഉള്ളൊരു കാര്യം പറയാലോ, പിന്നെ അനിയേട്ടൻ ഉള്ളൊരു കാര്യം പറയാം. അനിയേട്ടൻ വല്ലാത്ത ഒരു പൂരപ്രേമിയൊന്നല്ല. അതുകൊണ്ട് എല്ലാവിടേക്കും അങ്ങനെ പോയിട്ട് ഉണ്ടാവില്ല. കാരണം ഞങ്ങളുടെ പിന്നാലെ തന്നെ ഏട്ടൻ ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ അമ്മ ആരെങ്കിലും ഉണ്ട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്തുനിന്ന് മാറിപ്പോവും. ഇത് ഞങ്ങളെ മാത്രം അവിടെ നിർത്തിയിട്ട് ഏട്ടനെ അങ്ങനെ പോവില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇവരൊക്കെ അല്ലേ നമ്മുടെ കിച്ചുട്ടനൊക്കെ എന്താ കാളയൊക്കെ കണ്ടു കഴിഞ്ഞു വെച്ചാൽ കാള ചെണ്ടോട്ടനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരാവേശമാണ്. ഒന്ന് ഇതിനൊക്കെ ഒന്ന് പോണല്ലേട്ടാ. അപ്പൊ ഏട്ടൻ കിച്ചുവാണ്. അപ്പൊ ഞാൻ അമ്മു അത് വേണ്ടേ പറയണ്ട. അമ്മൂന്ന് ചെണ്ട കൊട്ടുമ്പോ തുള്ളാനൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. അതിങ്ങനെ കൊട്ടുമ്പോ അവളിങ്ങനെ തല ഇങ്ങനെ ആട്ടും ഇങ്ങനെ. ഇപ്പൊ പക്ഷെ പക്ഷെ ഏട്ടാ ഞാൻ പറയട്ടെ, നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു നാണക്കേടാണ്. വേറുള്ളവർ എന്താ ചിന്തിക്കുക കാണുക എന്നുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ മക്കൾ അങ്ങനെയല്ല കേട്ടോ. പൂരത്തിന്റെ പിന്നാലെ ചാടണു, അവർ കളിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ വേണം. കാലങ്ങൾ ആഘോഷിക്കാനുള്ളതാണ്. അമ്മൂൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പൂരം ആഘോഷിക്കാൻ പോയപ്പോൾ അമ്മൊക്കെ ചാടിത്തുള്ളിയിട്ട് ഇവിടെ അനിയൻ വന്നപ്പോൾ പറഞ്ഞിരുന്നു, എന്താ അമ്മൂൻ്റെയൊക്കെ ഡാൻസ് കളി അടിപൊളിയായിട്ടുണ്ട് എന്നുള്ളത്. നമ്മുടെ ഈ ഉമ്മർത്ത് കൂടെ ഒന്നും പൂരം അങ്ങനെ പോകണമെന്നില്ല. നമ്മുടെ ഇവിടെ നമുക്ക് ആകെയുള്ളത് ഇവിടെ. പക്ഷെ നമ്മുടെ വീടിന് ചുറ്റുവട്ടം അമ്പലങ്ങളാണ് കേട്ടോ. എത്രയോ അമ്പലങ്ങളാണ് ഇവിടെ വെച്ചിട്ട്. പേര് കേട്ട അമ്പലങ്ങൾ അധികം ഉള്ളത് ഇവിടെയാണ്. മോഷത്തമ്പലം നമ്മുടെ ഇവിടെ അടുത്താണ്. കാട്ടേരിയപ്പങ്കാവ്, സത്രംകാവ് കേട്ടാ, കമ്മാളശ്ശേരിക്കാവ്, പത്തീശ്വരം, തേരുക്കോവിൽ, ഇതിൻ്റെയൊക്കെ നടുക്കിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട് കിടക്കുന്നത് അല്ലേ.
നല്ലൊരു സ്ഥലത്താണ് നമ്മുടെ വീട് കിടക്കുന്നത്. അതിനേക്കാളും നല്ലൊരു ഇത് പറഞ്ഞു വെച്ചാൽ നമ്മുടെ വിഷ്ണുലോകം സിനിമ ഷൂട്ടിങ് ചെയ്തത് നമ്മുടെ ഇവിടെയാണ്. കോട്ടയിലമ്പലമൊക്കെ കണ്ടിട്ടില്ലേ, അതും നമ്മുടെ ഈ ഭാഗത്താണ് കേട്ടോ. നല്ല കാണാൻ നല്ല ചന്തമുള്ള നമ്മുടെ നാടിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു അഭിമാനം തോന്നില്ലേ? അങ്ങനെയുള്ളൊരു അഭിമാനമാണ്. ഇവിടുത്തെ മാത്രമല്ല, എൻ്റെ കാലത്ത് അമ്പകുന്ന്. അവിടെ നമ്മൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. കുറേ നേരം ഈ പൂരക്കാഴ്ചകൾ നമ്മൾ കുറച്ച് ഇതിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞാലേ, അപ്പോൾ നമ്മുടെ പൂരക്കാഴ്ചകളും ഇതിലുണ്ടാവും. അപ്പോൾ ഞാൻ ഇത് ലാസ്റ്റ് അല്ലേ പറയുന്നത്. അപ്പോൾ പൂരക്കാഴ്ചകളൊക്കെ ഇഷ്ടമുള്ള ഒരു നാട്, എന്താ നാടിന്ന് മാറി നിൽക്കുന്ന ആൾക്കാർ, നാട് മിസ് ചെയ്യുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട്, നാടും പൂരങ്ങളൊക്കെ മിസ് ചെയ്യുന്നവർക്കും, നമ്മുടെ നാട്ടിലെ പുറമെ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ നമ്മുടെ ഇവിടെ ഇല്ലാത്തവർക്ക് കാണാൻ വേണ്ടി കുറച്ച് ഭാഗം വെച്ചു എന്നല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. കണ്ട ചില്ലി അടിപൊളിയായിട്ടാവും. ചില്ലിയൊക്കെ എത്ര പ്രാവശ്യം കാണിക്കണേ അല്ലേ? കണ്ട